ഇടത് ഭരണത്തിലുള്ള മിൽമ പിടിക്കാൻ സർക്കാർ നീക്കം. മിൽമയുടെ തെരഞ്ഞെടുപ്പ് ഘടനയിൽ മാറ്റം വരുത്തും. ഇതിനായി 45 വർഷം മുൻപുള്ള മിൽമ ഉത്തരവിൽ ഭേദഗതി കൊണ്ടുവരാനാണ് സർക്കാർ തീരുമാനിക്കുന്നത്. നിയമ ഭേദഗതി കൊണ്ടുവന്ന ശേഷം തെരഞ്ഞെടുപ്പ് നടത്തും. അതേസമയം ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന നിലവിലെ ഭരണസമിതി അംഗത്തിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ബിനിൽ, സ്വാഭാവികമാണ് ഏതൊരു സർക്കാർ വന്നാലും ഇത്തരം സ്ഥാപനങ്ങളുടെയൊക്കെ നിയന്ത്രണം ഏറ്റെടുക്കുക. അത് എല്ലാ പാർട്ടികളും എല്ലാ സർക്കാരുകളും ചെയ്യുന്നതാണ്. അതിനെന്തൊക്കെ വഴികളുണ്ടോ, നിയമപ്രകാരമുള്ള വഴികൾ ആലോചിക്കും. ഇപ്പോൾ എന്താണ് സർക്കാർ നീക്കം? അത് സാധ്യമാകുന്ന ഒരു കാര്യം കൂടിയാണോ? ദിവിഷെ, കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിനിടയിലാണ് മിൽമ ഇടതുപക്ഷം കൈപ്പിടിയിൽ ഒതുക്കുന്നത്. അതുവരെ കോൺഗ്രസിന്റെ കുത്തകയായിരുന്നൊരു സഹകരണ പ്രസ്ഥാനമാണ് മിൽമ എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ തുടർച്ചയായി മിൽമയുടെ സംസ്ഥാന ഫെഡറേഷൻ അടക്കം CPM പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അത് തിരിച്ചു പിടിക്കുക എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതുകൊണ്ട് ഇന്ന് മിൽമയുടെ സംസ്ഥാന ഫെഡറേഷൻ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിരുന്നു. അതിന് സർക്കാർ അനുമതി നൽകിയില്ല. അതിനെ ചോദ്യം ചെയ്ത ഹൈക്കോടതിയിൽ ഹർജിയുമായി ഇതുമായി ബന്ധപ്പെട്ടവരെത്തുന്നു. ഹൈക്കോടതി പക്ഷേ ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് വരികയും മിൽമ ഫെഡറേഷൻ ചെയർമാന്റെ കാലാവധി 1 മാസം കൂടി നീട്ടി നൽകുകയുമാണ് ചെയ്തത്. അതിന് കാരണം ഇന്നലെ സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് മിൽമയുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഘടനയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. എന്തിന് ഈ ഘടനാപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചാൽ, മിൽമ രാഷ്ട്രീയമായി പിടിക്കാൻ കഴിയണമെങ്കിൽ ആ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തണമെന്നതാണ്. 3 മേഖലാ യൂണിയനുകളാണ് ഇപ്പോൾ മിൽമയ്ക്കുള്ളത്: മലബാർ, കൊച്ചി, തിരുവനന്തപുരം. ഇതിൽ കൊച്ചി ഒഴികെ മറ്റ് 2 മേഖലാ യൂണിയനുകളും കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫെഡറേഷൻ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ അതിൽ കോൺഗ്രസിന് തിരിച്ചടിയുണ്ടാകും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതിൽ ഘടനാപരമായ ചില മാറ്റങ്ങളാണ് സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. 45 വർഷം പഴക്കമുള്ള ഒരു സർക്കാർ ഉത്തരവിൽ ഭേദഗതി കൊണ്ടുവരികയാണ് മിൽമയുടെ കാര്യത്തിൽ സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിന്റെ തെരഞ്ഞെടുപ്പുകൾ ഓരോ തലത്തിലും പല സമയങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പല യൂണിയനുകൾ, പല മേഖലാ യൂണിയനുകളും പല സമയങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ചെയർമാൻ തെരഞ്ഞെടുപ്പ് മറ്റൊരു സമയത്ത് നടക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതെല്ലാം ഏകീകരിക്കുകയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. 5 വർഷ കാലാവധിയാണ് മിൽമ ചെയർമാൻ ഉള്ളത്. അപ്പോൾ 5 വർഷത്തേക്ക് ഒരു ഭരണസമിതി വന്നാൽ ആദ്യം ഭരണസമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കാത്ത ആ അംഗങ്ങളിൽ നിന്ന് ചെയർമാനെ തെരഞ്ഞെടുക്കുക. അതാണ് സഹകരണ പ്രസ്ഥാനങ്ങളിലുള്ള സാധാരണ രീതി. ആ രീതിയിലേക്ക് മിൽമയെ തിരിച്ചു കൊണ്ടുവന്ന് മിൽമയെ രാഷ്ട്രീയമായി കൈപ്പിടിയിൽ ഒതുക്കുക എന്നത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നടക്കുന്നത്. ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് അക്കാര്യത്തിൽ അവരുടെ നീക്കങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഒരു ഉത്തരവ് സമ്പാദിക്കാനും കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. അങ്ങനെ 1 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വയ്ക്കുമ്പോൾ സർക്കാരിന് സ്വാഭാവികമായും സർക്കാർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ മിൽമയുടെ തെരഞ്ഞെടുപ്പ് ഘടനയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാനുള്ള സാവകാശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്.